പ്രമുഖ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാരും വലിയ ബിസിനസ്സുകാരും ഉൾപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകൾ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. അത്തരത്തിൽ കേരളത്തിലെ മാധ്യമ വ്യവസായ മേഖലകളിൽ വലിയ ചർച്ചയായിരിക്കുന്ന ഒരു കോടതി വിധിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പ്രമുഖ മെഡിക്കൽ സംരംഭമായ അൽഹംറ മെഡിക്കൽ ഇനീഷ്യേറ്റീവിൻ്റെ ഡയറക്ടർ ജവാദ് മുസ്തഫാവി കോടതി അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ ചെക്ക് കേസിനെ തുടർന്നാണ് ഇപ്പോൾ കോഴിക്കോട് കോടതിയുടെ ഈ സുപ്രധാന വിധി വന്നിരിക്കുന്നത്. അൽഹംറ മെഡിക്കൽ ഇനീഷ്യേറ്റീവ് ഡയറക്ടർ ജവാദ് മുസ്തഫാവി എന്ന മുഹമ്മദ് ജവാദ് അബ്ദുൽ മജീദിനെതിരെയാണ് കോടതിയുടെ ഈ നടപടി. സംഭവം നടക്കുന്നത് കോഴിക്കോട്ടാണ്. കേരളത്തിലെ പ്രമുഖ ദിനപത്രമായ മാധ്യമം പത്രത്തിൽ പരസ്യം നൽകിയതുമായി ബന്ധപ്പെട്ട് അതാണ് ഈ കേസിൻ്റെ തുടക്കം. സ്വന്തം സ്ഥാപനത്തിൻ്റെ പരസ്യങ്ങൾ പത്രത്തിൽ നൽകിയ വകയിൽ വലിയൊരു തുക ജവാദ് മുസ്തഫാവി പത്ര മാനേജ്മെൻറ്റിന് നൽകാനുണ്ടായിരുന്നു. ഈ പരസ്യത്തുകയുടെ കുടിശ്ശിക തീർക്കുന്നതിനായി ഇദ്ദേഹം ഒരു ചെക്ക് ഒപ്പിട്ട് നൽകി. എന്നാൽ ഈ ചെക്ക് മാറാനായി ബാങ്കിൽ നൽകിയപ്പോഴാണ് കഥ മാറിയത്. അക്കൗണ്ടിൽ പണമില്ലാത്തതിനെ തുടർന്ന് ചെക്ക് ബാങ്കിൽ നിന്ന് മടങ്ങായിരുന്നു, അഥവാ ചെക്ക് ബൗൺസായി എന്നർത്ഥം. നമുക്കറിയാം, ബിസിനസ് ഇടപാടുകളിൽ ചെക്കുകൾ മടങ്ങുന്നത് ഒരു സാധാരണ സംഭവമായി പലരും കാണാറുണ്ട് എങ്കിലും അത് ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പ്രകാരം ചെക്ക് മടങ്ങുന്നത് വലിയ നിയമ നടപടികൾ ക്ഷണിച്ചു വരുത്തും. ഇവിടെയും സംഭവിച്ചത് മറ്റൊന്നുമല്ല, തങ്ങൾക്ക് ലഭിക്കേണ്ട വലിയൊരു തുകയുടെ ചെക്ക് മടങ്ങിയതോടെ മാധ്യമം പത്രം മാനേജ്മെൻറ്റ് നിയമപരമായ വഴികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. മാധ്യമം പത്രത്തിൻ്റെ നടത്തിപ്പുകാരനായ ഐഡിയൽ പബ്ലിക്കേഷൻ ട്രസ്റ്റാണ് പ്രതിക്കെതിരെ കോടതിയെ സമീപിച്ചത് എന്ന് കേൾക്കുന്നത്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കേസ് എത്തിയത്. കേസിൻ്റെ വാദപ്രതിവാദങ്ങളും തെളിവ് ശേഖരണങ്ങളൊക്കെ കൃത്യമായി നടന്നു. പത്രത്തിൽ പരസ്യം നൽകിയെന്നതും അതിന് പകരമായി നൽകിയ ചെക്ക് മടങ്ങിയെന്നതും കൃത്യമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെട്ടു. ദീർഘമായ കോടതിയുടെ നടപടികൾക്കൊടുവിൽ പ്രതിയായ അൽഹംറ ഡയറക്ടർ ജവാദ് മുസ്തഫാവി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിക്ക് ശക്തമായ ശിക്ഷ തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. കോടതി വിധിച്ച ശിക്ഷാവിവരങ്ങൾ: ഒന്നാമതായി, പ്രതി കോടതി പിരിയും വരെ തടവ് അനുഭവിക്കണം. എന്ന് പറഞ്ഞാൽ വിധി പറയുന്ന ദിവസം കോടതിയുടെ പ്രവർത്തനം അവസാനിക്കുന്നത് വരെ തടവിൽ കഴിയണം. രണ്ടാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, വലിയൊരു തുക നഷ്ടപരിഹാരമായി വിധിച്ചു എന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ 15,30,069 രൂപ നഷ്ടപരിഹാരമായി നൽകാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ പിഴത്തുക പൂർണ്ണമായും പരാതിക്കാരായ മാധ്യമം പത്രത്തിന് നൽകണമെന്നും കോടതി വിധിയിൽ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഈ ഒരു കോടതി വിധി ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. പലപ്പോഴും പത്രങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ വലിയ തുകക്ക് പരസ്യങ്ങൾ നൽകാറുണ്ട്. എന്നാൽ അതിനുള്ള പ്രതിഫലം കൃത്യമായി നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ മടങ്ങുമെന്ന് ഉറപ്പുള്ള ചെക്കുകൾ നൽകി സ്ഥാപനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നിയമം അതിൻ്റെ വഴിക്ക് വരുമെന്നതിൻ്റെ തെളിവാണിത്. ഒരു മാധ്യമ സ്ഥാപനത്തെ സംബന്ധിച്ച് പരസ്യ വരുമാനം എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ വരുത്തുന്ന ഇത്തരം വീഴ്ചകൾക്കെതിരെ കൃത്യമായ നിയമ പോരാട്ടം നടത്തി അനുകൂല വിധി സമ്പാദിക്കാൻ ഐഡിയൽ പബ്ലിക്കേഷൻ ട്രസ്റ്റിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. പ്രതിക്ക് കോടതി വിധിച്ച തടവ് ശിക്ഷ 15 ലക്ഷത്തിലധികം രൂപയുടെ പിഴയും ഒക്കെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തുന്നവർക്കുള്ള അത്തരക്കാർക്കുള്ള വലിയ നടപടിയാണ്. അതിൽ ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയണില്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ ശിക്ഷാ വിധിയുടെ പശ്ചാത്തലം മാത്രമാണ്. ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളുമാണ്. ഏതായാലും ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ശിക്ഷാ നടപടികൾ നടക്കട്ടെ. ഇനി അദ്ദേഹത്തിന് അപ്പീൽ പോകണമെങ്കിൽ പോകാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ കോടതിയോട് പറയാം. എന്നിട്ട് മേൽക്കോടതിയും ഇതേ ശിക്ഷ ശരിവെക്കുകയാണെങ്കിൽ പൈസ അടച്ചേ തീരൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്ന് മാത്രം നിർത്തുന്നു. നന്ദി.